പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 19 സങ്കീർത്തനം 14 വാക്യം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദം ആയിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10 അധ്യായം അതിൻ്റെ 5 വാക്യം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഹല്ലേലൂയ. ഇതാ ഒരിടത്ത് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, എൻ്റെ വാക്ക്, എൻ്റെ ചിന്തകൾ നിനക്ക് പ്രസാദകരം ആയിരിക്കണം. മറ്റൊരിടത്ത് ഇതാ തിരുവചനം, ഒരു പഴയ നിയമ ചരിത്രം നമുക്ക് വേണ്ടി ദൈവം എഴുതിയിട്ട് പറയുന്നു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവപ്രസാദം ലഭിക്കുക എന്നത് ഏറ്റവും ഭാഗ്യമുള്ള ഒരവസ്ഥയത്രേ. മറ്റെന്തിനേക്കാട്ടിലും ഭാഗ്യം കിട്ടുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്കാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ച് നടന്ന സ്വർഗീയ ദൂതന്മാരുടെ പാട്ടിൽ ഇങ്ങനെ പറയുന്നത്, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ട്, ജയത്തോടെ നടക്കാൻ സാധിക്കും. ഹല്ലേലൂയ. എന്നാൽ പഴയ നിയമത്തിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് അപ്പസ്തോലനായ പൗലോസ് പറയുന്നു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എല്ലാവരും പുറപ്പെട്ടത് ഒരു സ്ഥലത്തു നിന്നാണ്. എല്ലാവരും കഴിച്ച ആഹാരം ഒന്ന് തന്നെയാണ്, എല്ലാവരും കുടിച്ച വെള്ളം ഒന്ന് തന്നെയാണ്. അവർ കഴിച്ച ആഹാരം ഒന്ന്, കുടിച്ച വെള്ളമൊന്ന്. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, കാലിൻ്റെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. അവർ മേഘത്തിന് കീഴിലായിരുന്നു, അവർ ചെങ്കടലിലൂടെ കടന്നു. നോക്ക്, ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യവും ഒരുപോലെയാണ്. ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ ഒരുപോലെയാണ്. നാം വിചാരിക്കും ദൈവത്തിന് അവരെയൊക്കെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് കൊടുത്തതാണെന്ന്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ഒരു നന്മ കൊടുക്കുന്നത്, അനുഗ്രഹം കൊടുക്കുന്നത് ഒരുപക്ഷെ ഇഷ്ടമുണ്ടായിട്ട് മാത്രമല്ല, അത് അവൻ്റെ കൃപയുടെ ബഹുത്വം നിമിത്തമാണ്. അവന് മനുഷ്യരോടുള്ള അവൻ്റെ കരുതൽ നിമിത്തമാണ്. അവൻ നീതിമാന്മാരുടെ മേലും ദുഷ്ടരുടെ മേലും ഒരുപോലെ മഴയും സൂര്യനെയും ഉദിപ്പിക്കുന്ന ദൈവമത്രേ. അവൻ ഒരുപോലെ മഴ പെയ്യിക്കും, ഒരുപോലെ സൂര്യനെ കൊടുക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം കേൾക്കുമ്പോൾ ഒരു ഭൗതിക നന്മ നോക്കി, ജീവിതത്തിൻ്റെ ഒരു ഉയർച്ച നോക്കിയിട്ട് ഇത് ദൈവത്തിൻ്റെ പ്രസാദമെന്ന് മാത്രം ദൈവപൈതലെ നീ പറയരുത്. മറിച്ച് നീ പറയേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് അപ്പയുടെ കൃപയാണ്. അപ്പ എന്നെ കരുതിയല്ലോ. ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത്, ഒന്നും അനുഭവിക്കാനുള്ള ഹല്ലേലൂയ ആ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നന്മകൾ കൊണ്ട് തന്ന ദൈവമേ, നിനക്ക് നന്ദി. ഇതാ സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനം, എൻ്റെ വായിലെ വാക്ക് നിനക്ക് പ്രസാദകരമായിരിക്കണം. ഇന്ന് രാവിലെയും പ്രിയരെ, നമുക്ക് ജീവിതത്തിൻ്റെ നന്മ നോക്കി നിഗളിക്കാൻ പറ്റത്തില്ല. മറിച്ച് നമുക്കും സങ്കീർത്തനക്കാരനെ പോലെ പ്രാർത്ഥിക്കാൻ, കർത്താവേ, എൻ്റെ ചിന്തയും വാക്കുകളും ഒക്കെ അപ്പയ്ക്ക് പ്രസാദകരമായിരിക്കണം. പഴയ നിയമത്തിലെ പ്രശ്നം അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കാത്തതിൻ്റെ കാരണം, ഒന്ന്, അവർ വിഗ്രഹ ആരാധികളായിരുന്നു. അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചവരാ. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അവർ വിഗ്രഹങ്ങൾക്ക് കൊടുത്തു. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ നന്മ വരുമ്പോൾ ആ നന്മ ഒരു വിഗ്രഹമായി മാറാറുണ്ട്. അല്ലെങ്കിൽ ഭൗതികമായ വിഗ്രഹം മാത്രമല്ല, മനസ്സിനകത്ത് ചില വിഗ്രഹങ്ങളെ മനുഷ്യർ ഉയർത്തും. അവർ തന്നെക്കുറിച്ച് തന്നെയുള്ള ആ ഹല്ലേലൂയ ചിന്തകൾ, അഹന്തകൾ, അതൊരു വിഗ്രഹം പോലെ. നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ തലമുറകൾ ഒരു വിഗ്രഹം പോലെ നിങ്ങളുടെ ആരാധനയ്ക്ക് വിരോധമായി എഴുന്നേറ്റോ, അത് പാപമാണ്. ദൈവപ്രസാദം നഷ്ടപ്പെട്ടു പോകും. പലരും വഴിയിൽ വീണുപോയത് വിഗ്രഹാരാധന കൊണ്ടാണ്. ആഭിചാരം ഹല്ലേലൂയ ഇത് വിഗ്രഹാരാധന പോലെയാ. ഹല്ലേലൂയ അനുസരിക്കാതിരിക്കുന്നത്, ഹല്ലേലൂയ ദൈവത്തെ കേൾക്കാതെ ഇരിക്കുന്നത്, ഹല്ലേലൂയ അത് ദൈവത്തോട് മത്സരിക്കുന്നത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്. ഇന്ന് രാവിലെ സമയത്തും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ മറുതലിക്കാതെ, ഷാട്ടിങ് കാണിക്കാതെ താഴ്ത്തി കൊടുക്കാൻ പറ്റുമോ?
നമ്മെ ദൈവം പ്രസാദത്തിന് വേണ്ടി അത് യോഗ്യരാക്കി തീർക്കും. 2, പഴയ നിയമത്തിലെ ആൾക്കാർക്ക് വഴിയിൽ വീണുപോയതിൻ്റെ കാരണം പരസംഗമാണ്, അവരുടെ സെക്ഷുവൽ ഇമ്മോറാലിറ്റിയാണ്, അവരുടെ ജീവിതത്തിൻ്റെ പാപമാണ്. ഇന്ന് പകൽക്കാലവും ഒരു ദൈവ പൈതലിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ഒക്കെ ദൈവിക വിശുദ്ധി സൂക്ഷിക്കേണ്ടവരാ. വിശുദ്ധിയില്ലാതെ ജീവിച്ചാൽ പലപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കരിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. അവൻ വിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് അരുളി ചെയ്ത തിരുവചനം ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ധ്യാനിക്കാം. ജീവിതത്തിൻ്റെ വിശുദ്ധി, ഹല്ലേലൂയ, ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരമത്രേ. അവൻ വിശുദ്ധനായ ദൈവമാണ്. എങ്ങനെയും ജീവിച്ചിട്ട്, എങ്ങനെയും സംസാരിച്ചിട്ട്, എങ്ങനെയും ഈ ഭൂമിയിലായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് നാം വിചാരിക്കരുത്. മറിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ നമുക്ക് ജീവിച്ച് ദൈവപ്രസാദത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിക്കാം. 3, പഴയ നിയമ കാലത്തിൽ ആൾക്കാർ വീട് പോയതിൻ്റെ കാരണം അവരുടെ പിറുപിറുപ്പാ. ജീവിതത്തിൽ എത്ര നന്മ കിട്ടിയാലും ദൈവത്തിനെതിരെ പിറുപിറുക്കുക. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കുമോ, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എല്ലാത്തിലും ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് പറ്റണം. ഹല്ലേലൂയ. നിങ്ങൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. തമ്മിൽ ഹല്ലേലൂയ സംസാരിച്ച് കൃപ പെരുക്കണം. അത് ജീവിതത്തിൽ വേണ്ട കാര്യമത്രേ. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും. ഇന്ന് രാവിലെ നമുക്കൊരു തീരുമാനമെടുക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ അപ്പാ നിനക്ക് പ്രസാദകരമായിരിക്കണം. ദൈവം തരുന്ന നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം. കർത്താവെ, സകലത്തിലെ ഉപരി അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ. ഈ ദൈവം വിശ്വസ്തനത്രേ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.